ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS. അവതരണം സീന ആന്റണി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവവും ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തന കേന്ദ്രവുമായ കരളിനെ ബാധിക്കുന്ന സങ്കീർണമായ രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബാറൂക്ക് ബ്ലംബെർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ തകർത്തെറിയാം എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിനും പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന അജ്ഞത, സാമൂഹികമായ മാറ്റിനിർത്തലുകൾ, കൃത്യസമയത്ത് പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കരളാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ്? ലളിതമായി പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന വീക്കത്തെയും കോശക്ഷതത്തെയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും വൈറസ് ബാധ മൂലമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ അമിതമായ മദ്യപാനം, ചില മരുന്നുകളുടെ ദുരുപയോഗം, ഫാറ്റി ലിവർ, സ്വയം പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറുകൾ എന്നിവയും കരൾ വീക്കത്തിന് കാരണമാകാം. വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 5 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: A, B, C, D, E. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്. സാധാരണയായി പെട്ടെന്ന് വന്നു മാറുന്ന രോഗമാണിത്. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B. ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമാകാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെയും ഇത് പകരാം. ഇത് ദീർഘകാല രോഗമായി മാറി ലിവർ സിറോസിസിനും കരൾ ക്യാൻസറിനും കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് B പോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് C. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ വർഷങ്ങളോളം ശരീരത്തിൽ തുടരാൻ ഇതിന് കഴിയും. ഹെപ്പറ്റൈറ്റിസ് B അണുബാധയുള്ളവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് D. ഹെപ്പറ്റൈറ്റിസ് E ഹെപ്പറ്റൈറ്റിസ് A പോലെ തന്നെ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഗർഭിണികളെ ബാധിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളും ഇതിന്റെ നിശബ്ദ ഭീഷണിയും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പലപ്പോഴും ഒരു നിശബ്ദ ഘാതകനാണ്. കാരണം രോഗം വന്ന് കരളിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ പലരിലും വ്യക്തമായ ലക്ഷണങ്ങൾ കാണാറില്ല. എങ്കിലും പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തേണ്ടതാണ്. അമിതമായ ക്ഷീണവും തളർച്ചയും, കണ്ണുകളിലും ചർമ്മത്തിലും മൂത്രത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന വേദന, വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം, സന്ധിവേദനയും നേരിയ പനിയും. മഞ്ഞപ്പിത്തം എന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അതൊരു സ്വതന്ത്ര രോഗമല്ല. നാട്ടുചികിത്സകൾ മാത്രം തേടി സമയം കളയുന്നത് കരളിന് ശാശ്വതമായ തകരാറുകൾ വരുത്തിവെച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ? പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന പഴഞ്ചൊല്ല് ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. ഒന്നാമതായി, ശുചിത്വപാലനം. ഹെപ്പറ്റൈറ്റിസ് A, E എന്നിവ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുൻപും ശൗചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തെരുവോരങ്ങളിൽ നിന്ന് തുറന്നുവെച്ച ഭക്ഷണങ്ങളും മലിനമായ വെള്ളത്തിലുണ്ടാക്കുന്ന പാനീയങ്ങളും ഒഴിവാക്കുക. രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കൃത്യമായി പരിശോധിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രികളിലും ലബോറട്ടറികളിലും ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടാറ്റു ചെയ്യുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ ഷേവ് ചെയ്യുമ്പോഴും ബ്ലേഡുകളും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നും ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് B, C എന്നിവ ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെപ്പറ്റൈറ്റിസ് B തടയാൻ തികച്ചും സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. നവജാത ശിശുക്കൾക്ക്
ജനന സമയത്ത് തന്നെ ആദ്യ ഡോസ് നൽകുന്നത് കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. മുതിർന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയും വാക്സിനേഷൻ ലഭ്യമാണ്. പലരുടെയും ധാരണ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ബാധിച്ചാൽ ചികിത്സയില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് മരുന്ന് രംഗത്ത് വൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 8 മുതൽ 12 ആഴ്ച വരെയുള്ള ഗുളികകൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പൂർണ്ണമായി ഭേദമാക്കാൻ ഇന്ന് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകൾ വഴി രോഗത്തെ നിയന്ത്രിച്ച് കരൾ രോഗങ്ങളിലേക്കോ ക്യാൻസറിലേക്കോ പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തപരിശോധന നടത്താൻ ഭയപ്പെടേണ്ടതില്ല. ഗർഭിണികൾ, ഇടയ്ക്കിടയ്ക്ക് രക്തം സ്വീകരിക്കുന്നവർ, കരൾ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ എന്നിവർ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി സി പരിശോധനകൾ HBsAg, ആന്റി-HCV എന്നിവ നടത്തേണ്ടതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയവും നാണക്കേടും ഒഴിവാക്കുക. പരിശോധനകൾ നടത്താനും ചികിത്സ തേടാനുമുള്ള മടി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മദ്യപാനവും അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും ഒഴിവാക്കി കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ നിങ്ങൾക്കാകും. ഓർക്കുക, ആരോഗ്യപൂർണമായ കരൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് വിമുക്തമായ ഒരു കേരളത്തിനായി മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS.